സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. വെജ് ചപ്പാത്തി സാൻഡ്വിച്ച്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. വെജ് ചപ്പാത്തി സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പനീറും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫില്ലിംഗ് ആണ്. അപ്പം അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. ബട്ടറും ഓയിലും കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്, വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം അത് നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തത് ചേർക്കാം. സവാള ഇതേപോലെ സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടൊമാറ്റോ മിക്സിയിലിട്ട് പ്യൂറി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ പ്യൂറി ചെയ്തപ്പോൾ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടാണ് മിക്സിയിലിട്ട് അടിച്ചേക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ടൊമാറ്റോയുടെയൊക്കെ പച്ച മണം മാറണം, എണ്ണ തെളിഞ്ഞും വരണം, അതുവരെ വഴറ്റിയെടുക്കുക. ഇപ്പം നോക്കിയാൽ അതിൻ്റെ പച്ചമണം മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന കാണാം. ഈ സമയത്ത് നമുക്ക് ബീൻസ്, ഒരു 3 ബീൻസേ എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഒരു 3 ബീൻസ്, അതിനൊപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഫൈൻ ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതോടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ആ ക്യാരറ്റ് നന്നായിട്ട് വേവണം. ഇത് അടച്ചു വെച്ച് ക്യാരറ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യാം. ഏകദേശം നമ്മൾ 2 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്യായിരുന്നു. ഇനി അതേക്ക് പനീർ ചേർക്കാനായിട്ടുണ്ട്. പനീർ വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിലും ഇടാം. ഞാൻ സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കും. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 150 ഗ്രാം പനീറാണ്. പനീർ നല്ല പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ നമ്മളിത് ടിഫിൻ ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ടൊക്കെ ഉള്ള രീതിയിലാണ് ഈ ഒരു ഡിഷ്. ഈവൻ ഓഫീസസിൽ കൊണ്ടുപോകാൻ നല്ലതാണ്. നമുക്ക് പ്രോട്ടീന് നന്നായിട്ട് കിട്ടും പനീറിൽ നിന്ന്. അതേപോലെ ഒരു ഹെൽത്തി ഫില്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ, അത് ഒത്തിരി എരിവ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചില്ലി പൗഡറോ പെപ്പറോ ഒക്കെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക പനീർ. വലിയ വലിയ പീസസ് ആണെങ്കിൽ ചപ്പാത്തിയുടെ ഇടയിൽ വെക്കുമ്പോൾ അത് ബ്രേക്ക് ആവാനായിട്ടുള്ള ടെൻഡൻസി കൂടുതൽ വരും. അതുകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പിടാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ്. ഇനി നമുക്കിതിന് ഫ്ലേവറിന് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർക്കാം. ഓഫ് ചെയ്തിട്ടേക്കാണ്. ചെറിയൊരു പിടി മല്ലിയില. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിടുക, കാരണം നമ്മളിതിനകത്ത് നന്നായിട്ട് ചീസ് കൂടെ ചേർക്കും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. പനീർ ഫില്ലിംഗ് റെഡിയാണ്. ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ഈ ഫില്ലിംഗ് 2 ചപ്പാത്തിയുടെ ഇടയിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ചെയ്താണ് എടുക്കുന്നത്. ഞാൻ ഓൾറെഡി ചപ്പാത്തി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്ത ചപ്പാത്തിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ചപ്പാത്തിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്രൈ ആയിട്ട് ചപ്പാത്തിക്കകത്ത് ഒട്ടും നെയ്മായോ ഒന്നും ചേർക്കാതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ബട്ടർ ഒരു ചപ്പാത്തി ഇടാം. ഫ്ലെയിം ലോയിൽ വെക്കുക.
എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ചീസ്. ഞാൻ എടുത്തേക്കുന്ന മോസറല്ലായും ചെഡാറും കൂടെയുള്ള ബ്ലെൻഡഡ് ചീസാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ എന്ത് ചീസാണ് ഉള്ളത് അത് മാത്രമായിട്ട് ഉപയോഗിക്കാം. ചെഡാർ ഉണ്ടെങ്കിൽ ചെഡാർ ഉപയോഗിക്കാം, പ്രോസസ്ഡ് ഉണ്ടെങ്കിൽ പ്രോസസ്ഡ് ഉപയോഗിക്കാം. കുറച്ച് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ബൈൻഡ് ചെയ്തിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. ഈ ഫില്ലിങ് ഇതിൻ്റെ പുറത്തേക്കിടാം. പിന്നെ വേറെ ചീസ് സ്ലൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. വീണ്ടും ചീസ്. അപ്പോൾ ചീസിനൊരു പ്രത്യേക ഒരു അളവില്ല. നമുക്ക് എത്ര നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അടുത്തൊരു ചപ്പാത്തി വെച്ച് കവർ ചെയ്യാം. ഈ ചപ്പാത്തിയുടെ പുറത്തും ബട്ടർ തേക്കുക. ഇച്ചിരി ക്രിസ്പാക്കി എടുക്കണം. ഇനി ടേൺ ചെയ്യാം. ഈ സൈഡും ക്രിസ്പാക്കി എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ചപ്പാത്തിക്ക് ഇതേപോലത്തെ 3 സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ടല്ലേ 3-4 സാൻഡ്വിച്ചിനുള്ളതുണ്ടാവും. നല്ല 2 സൈഡും ഒന്ന് ക്രിസ്പായിട്ടുണ്ട്. ഇനി എടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം കാണിക്കുന്നത് ഇപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഓപ്ഷനാണ്. ഇത് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇതേപോലെ ചീസ് നല്ല ചീസി ആയിട്ട് കിട്ടും. വെജ് ചപ്പാത്തി സാൻഡ്വിച്ച് ഇതേപോലെ ഒരു ചപ്പാത്തി നമുക്ക് 4 പീസസ് കിട്ടും. അപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ടൊക്കെ നല്ല ഓപ്ഷനാണ്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് മാത്രം മതി നന്നായിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ചൂടോടെ കഴിക്കുമ്പോൾ ക്രിസ്പി ആയിരിക്കും, ഇരിക്കുമ്പോൾ അതങ്ങ് സോഫ്റ്റ് ആവും, ഡ്രൈ ആയി പോവില്ല. ഇതേപോലെ നല്ല ചീസി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റിയുമാണ്, നല്ല പ്രോട്ടീൻ റിച്ചാണ്, നല്ലൊരു ഹെൽത്തി സാൻഡ്വിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന വെജ് ചപ്പാത്തി സാൻഡ്വിച്ച് നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കഴിക്കാനായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ടും നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു വെജ് ചപ്പാത്തി സാൻഡ്വിച്ച്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.